മുനീർക്കായെ മോട്ടിവേറ്റ് ചെയ്ത വ്യക്തിയാരാ? എല്ലാവരും കാണുമ്പോഴും എല്ലാവരുടെ കഥകൾ കേൾക്കുമ്പോഴും നമ്മൾ സ്വയം തന്നെ നമ്മൾ മോട്ടിവേറ്റ് ആവും. നല്ല കേൾവിക്കാരനാണോ? നല്ല നല്ല ലിസണറാണ്, നല്ല ലിസണർ. വെരി ഗുഡ് ലിസണർ. ഞാൻ എല്ലാവരും ലിസൺ ചെയ്യും. എൻ്റെ മോനുണ്ട്, ഇളയ മോൻ 11 വയസ്സുള്ള 12 വയസ്സുള്ള സല്ലുവാണ് എൻ്റെ ഏറ്റവും വലിയ ക്രിട്ടിക്. അവൻ ഈ ഇൻസ്റ്റഗ്രാം അങ്ങനെ എൻ്റെ വീഡിയോ ഒന്നും കാണൂല, പക്ഷെ അവൻ കാര്യങ്ങൾ പറയും. ഞാനൊരു ദിവസം എൻ്റെ 100K ഇൻസ്റ്റാഗ്രാമിൽ വന്നപ്പോൾ ഞാൻ അവനോട് പറഞ്ഞു, എടാ 100K എത്തിയെന്ന്. അവൻ ചിരിച്ചോണ്ട് ഇറ്റ് ഇസ് നത്തിങ്. അതിനെന്താ കാര്യമുള്ള? അതിലൊരു കാര്യമില്ല. 100K ഒന്നല്ല, പല ഇത് വെച്ചിട്ട് ഒന്നുമല്ല. എത്രയോ ആൾക്കാർ മില്യൺസ് ഉണ്ട്. വാട്ട് ആർ യു ടോക്കിംഗ് അബൌട്ട് 100K എന്നാണ് പുച്ഛിച്ചോളഞ്ഞു. ഞാൻ കുറച്ച് കഴിഞ്ഞ് ഞാൻ ചോദിച്ചത് എന്താ ഉപ്പ, എവറിബഡി ഈസ് പ്രൈസിങ് യു. 100K വന്നു, ആനാണ് ചേനാണെന്ന്. ഞാനും പ്രൈസ് ചെയ്ത് തന്നെ ഉപ്പയുടെ ഈഗോ കൂടും. അത് ഐ വോണ്ട് കിൽ യുവർ ഈഗോ, ദാറ്റ്സ് ഓൾ, സിമ്പിൾ. വളരെ വളരെ സ്പെസിഫിക് ആണ് അവൻ്റെ ആൻസേഴ്സ്. ഇപ്പോഴത്തെ കുട്ടികൾ അത്രയും വിവരമുള്ളവർ, ഭയങ്കര ബിക്കോസ് ഇൻഫർമേഷൻ ഈസ് ഓൺ ദ ഫിംഗർ ടിപ്സ്. പിന്നെ അത് അവർക്ക് ഭയങ്കരമായിട്ട് തിങ്ക് ചെയ്യാനുള്ളൊരു ഇത് കൊടുക്കും. തിങ്കിങ് പ്രോസസ്സ് ഭയങ്കര ഫാസ്റ്റാണ്. ഞാൻ ഇവിടെ ചോദിച്ചോട്ടെ, ഇപ്പോൾ നമ്മുടെയൊക്കെ ചെറുപ്പത്തിൽ നമ്മൾ വട്ട് കളിച്ച് മറ്റേ മച്ചിങ്ങയൊക്കെ, ഇപ്പോഴത്തെ പിള്ളേർക്ക് അതില്ല. അവർ കുറച്ചും കൂടെ സോഫ്റ്റ്വെയറിന് അഡിക്റ്റഡാണ്, മൊബൈലിന് അഡിക്റ്റഡാണ്. അഡിക്റ്റഡ് എന്നും പറയാൻ പറ്റില്ല, നമ്മൾ കൊണ്ട് ക്രിക്കറ്റ് കളിക്ക് അഡിക്റ്റഡ് ആയിരിക്കും. ഈ തലമുറയെ എത്രത്തിലാണ് നോക്കി കാണുന്നത്? ഇപ്പം മകൻ പറഞ്ഞു 11 വയസ്സായ മകൻ 100K ഒന്നുമല്ല എന്ന് പറഞ്ഞു. എത്രത്തിലാണ് നോക്കി? എനിക്ക് 4 ആൺപിള്ളേരാണ്. എല്ലാവർക്കും അവരുടേതായ ന്യൂനതകളുണ്ട്, എല്ലാവർക്കും വീക്ക് പോയിൻറ്റ്സ് ഉണ്ട്. ഓരോരാളും വീക്കാണ്, അവർക്ക് അതിൻ്റെതായ സ്ട്രെങ്ത് ഉണ്ട്. ആ സ്ട്രെങ്ത്തിനെ നമ്മൾ കണ്ടെത്തിയിട്ട് അതിലേക്ക് കൊടുത്താൽ മാത്രമേ അവർ രക്ഷപ്പെടുള്ളൂ. കുട്ടികൾ ഒരിക്കലും മോശക്കാരല്ല, അവർ അഡിക്റ്റും അല്ല. നമ്മളൊക്കെ കളിച്ചതിൻ്റെ, ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, നിങ്ങൾ കോളേജിലും സ്കൂളിലും പറയുന്ന കളിച്ചതിൻ്റെ 10% ഇന്നത്തെ നിങ്ങൾ മക്കൾ കളിക്കുന്നുണ്ട്? ഇല്ല. എന്തൊക്കെ പോക്കത്തരങ്ങൾ നിങ്ങൾ കളിച്ചിട്ടുണ്ട്, എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് നാട്ടിലും വീട്ടിലും അപ്പോഴത്തും. എങ്ങനെയൊക്കെ നമ്മൾ അവരെ കൂട്ടാൻ ശ്രമിച്ചിട്ടുണ്ടോ, എല്ലാവരും നമ്മൾ ചാടി മാറിയിരുന്നില്ലേ? അതിൻ്റെ 10% ഇപ്പോഴത്തെ കുട്ടികൾ കളിക്കുന്നുണ്ടോ? ഇല്ലില്ല. അവിടെയാണ്. പക്ഷേ ഇപ്പോഴത്തെ ഒരു ചാലഞ്ച് എവിടെയാണെന്ന് പറഞ്ഞാൽ റീച്ച് കൂടുതലാണ്. അന്ന് നമ്മൾ എങ്ങനെ കളിച്ചാലും 8 വട്ടത്തിൽ നമ്മൾ കളിക്കുള്ളൂ. അതിനപ്പുറത്തേക്ക് നമ്മുടെ റീച്ചോ കണക്ഷനോ കോൺടാക്റ്റോ പോകുന്നില്ല. ഇന്ന് ഇവിടെ ഉള്ളൊരു കുട്ടിക്ക് ആരുമായിട്ട്, ഒരു ആഫ്രിക്കനായിട്ട് പോലും, ഒരു അമേരിക്കനായിട്ട് പോലും, ഒരു ഏത് മാഫിയ ആയിട്ടും അവന് കണക്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ അവൻ ഓപ്പൺ ആണെന്നുള്ളതാണ്. ടെക്നോളജി വളർന്നു. ആ ഒരു ചാലഞ്ച് നേരിടുന്നുണ്ട്. അതിന് നമ്മൾ അവരെ ശാസിച്ചിട്ടോ അടിച്ചിട്ടോ മോണിറ്റർ ചെയ്തിട്ട് പോലും കാര്യമില്ല. ബി ഫ്രണ്ട്ലി വിത്ത് ദം. അവർക്ക് എന്താണ് കഴിവുള്ളത്? മുമ്പൊക്കെ പഠിച്ച MBBS എഞ്ചിനീയറിംഗ് ആയാലാണ് നമുക്ക് ജോലി കിട്ടുള്ളൂ, ജോലിക്കാതെ ജീവിക്കാൻ പറ്റുള്ളൂ. അതാണ് നമ്മുടെ ഒരു കൺസെപ്റ്റ്. ഇന്ന് അതൊന്നുമില്ല. എനിത്തിങ് യു ഡു, യു ബി സക്സസ്ഫുൾ ഇൻ വാട്ട് യു ഡു. നമ്മൾ ചെയ്യുന്നതിലൊരു ഫോക്കസായിട്ട് കാര്യങ്ങൾ ചെയ്യാവുന്നതിനപ്പുറത്തേക്കൊന്നും ഒരു ലൈഫില്ല. ജനങ്ങളുടെ മനസ്സിൽ ഇതൊക്കെ ഉണ്ടാക്കുന്ന ബിംബങ്ങളൊക്കെ ഒട്ടഞ്ഞ ഒരു സംഭവമായിരുന്നു കൊറോണ. കൊറോണയ്ക്ക് ശേഷം ഇത് വന്നപ്പോൾ ആൾക്കാരുടെ മനസ്സിൽ അതൊക്കെ മാറേണ്ട ഒരു സമയം കഴിഞ്ഞു. ടെക്നോളജിയിൽ ഇപ്പോഴത്തെ തലമുറയിൽ ടു ആൻ എക്സ്റ്റെൻറ്റ് എന്താ സംഭവിക്കുന്നത് പറഞ്ഞാൽ ഇതൊക്കെ മാറി. കുട്ടികളുടെ മനസ്സിലൊന്നും ഈ ജാതി മതം ഇതൊന്നുമില്ല. അവരിതിനെക്കുറിച്ച് ബോധറേ അല്ല. അവർക്ക് ടെക്നോളജി വേണം, എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ചെയ്യണം, ആ ഒരു മൈൻഡ് സെറ്റാണ് അവർക്ക്. അതല്ലാണ്ട് വേറെ എന്തിലേക്ക് പിന്നെ അവരെ തിരിഞ്ഞു പോകുന്നതിൻ്റെ എനിക്ക് തോന്നിയ ഏറ്റവും ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു ഫിനോമിന എന്ന് പറഞ്ഞാൽ ഡ്രഗ്സാണ്. അതാണ് നമ്മൾ ഏറ്റവും കൂടുതൽ സൂക്ഷിക്കേണ്ടത്. അതിൽ നിന്ന് എങ്ങനെയാണ് ഇവരെ രക്ഷപ്പെടുത്തുക എന്നുള്ളതാണ് നമ്മൾ ആകെപ്പാട് ആലോചിക്കുന്നത്. അതിനൊരു ഒരു 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 നിയന്ത്രണം നമ്മൾ വരുത്തിയാൽ കുട്ടികൾ വേറെ എവിടെയും പോകില്ല. എവറിത്തിങ് ഹാപ്പൻസ് ഡ്യൂ ടു ദ ഇൻഫ്ലുവൻസ് ഓഫ്. ജീവിതം പഠിപ്പിച്ച ഏറ്റവും വലിയ പാഠം എന്താ? 2 കാര്യങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിച്ചു. ഒന്ന്, എനിക്കൊരു വലിയൊരു സെറ്റ് ബാക്ക് ഉണ്ടായ സമയത്ത് ഞാൻ 3-4 മാസം ബെഡ് റിഡണായി, വീട്ടിൽ കിടക്കേണ്ടി വന്നു. എന്തുപറ്റി? എനിക്കൊരു സർജറി ഉണ്ട്. അന്ന് ഞാൻ പഠിച്ച വലിയൊരു പാഠം, ഈ ലോകം നമ്മളെ ചുമലിലല്ല. അന്ന് വരെ 24 മണിക്കൂറും വർക്ക് കഴിഞ്ഞു. കമ്പനിയിൽ 24 മണിക്കൂറും ഞാൻ വേണം, ഓരോ ആളുടെ കാര്യത്തിൽ ഞാൻ ശ്രദ്ധിക്കണം. ഇത് 4 മാസം വന്നപ്പോഴും ഞാൻ തിരിച്ചു വന്നപ്പോഴും ഒന്നും സംഭവിച്ചില്ല. എൻ്റെ കമ്പനി ഓടുന്നുണ്ട്, എല്ലാം നന്നായിട്ട് പോയി. അതിനർത്ഥം ഞാനില്ലെങ്കിലും സൂര്യൻ നിൽക്കും, മഴ പെയ്യും, ചന്ദ്രൻ ആ നല്ല ഭംഗിയിൽ തന്നെ ഉണ്ടാവും, ഞാൻ പോകുന്നേ ഉള്ളൂ. ആ തിരിച്ചറിവ് എനിക്ക് വല്ലാണ്ട്, നമ്മൾ ടൈം നമ്മൾ കളയരുത്. നമ്മളെ ഫാമിലിക്ക് വേണ്ടി, കുട്ടികൾക്ക് വേണ്ടി, ഫ്രണ്ട്സിന് വേണ്ടി നമ്മുടെ ഒരു ഓൺ ടൈമുണ്ട്. മനുഷ്യന് 4 തരത്തിലുള്ള ഫേസിൽ ടൈം എന്ന് പറയുന്നത് ഒരു പേഴ്സണൽ ലൈഫിന് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിന് നമ്മൾ സമയം കണ്ടെത്തിയേ പറ്റുള്ളൂ. അതിന് സമയം കണ്ടെത്താതെ ഓടിച്ചാടി 24 മണിക്കൂറും പണിയെടുത്ത് മറ്റുള്ളവർക്കും എല്ലാത്തിനും വേണ്ടി നിന്നാൽ സാമൂഹ്യ പ്രവർത്തനം ഒരിക്കലും നമ്മൾ മറന്നുകൊണ്ടാവരുത്. നമ്മുടെ കുടുംബത്തെ മറക്കരുത്, നമ്മുടെ ഉത്തരവാദിത്തങ്ങൾ മറക്കരുത്, നമ്മുടെ കമ്പനി നമ്മൾ മറക്കരുത്. ബിസിനസ് ചെയ്യാണ്ടിരുന്നിട്ട് ഒരു കാര്യം, ഞാനൊരു സാമൂഹ്യ പ്രവർത്തനം നിന്നാൽ അവർക്ക് ശമ്പളം കൊടുക്കേണ്ടി വരുമ്പോൾ നമ്മൾ കൊടുക്കും. അതെ, നമ്മുടെ സാമൂഹ്യ പ്രവർത്തനം വിളിക്കേണ്ടി വരും. ജോലിക്കൊന്ന് കൃത്യമായിട്ട് പോകണം. നമ്മൾ സാമൂഹ്യ പ്രവർത്തനം നല്ല ജോലി ചെയ്യാൻ ആളുണ്ടാവില്ല. രണ്ടാമത്തെ വളരെ ഇമ്പോർട്ടൻ്റ് ആയ കാര്യം എന്ന് പറയുന്നത്, നമ്മൾ ഇഷ്ടപ്പെടുന്നവരല്ല, നമ്മൾ ഇഷ്ടപ്പെടുന്നവരാണ് നമ്മൾ ഏറ്റവും കൂടുതൽ കെയർ ചെയ്യേണ്ടത്. ആ സമയത്ത് ഞാൻ കിടന്നപ്പോൾ
ഒരുപാട് ആളുകൾ നമ്മളെ തേടി വന്നു. നാട്ടുകാർക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഒരു ഭയങ്കര ഇഷ്ടം എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ്, ഒരു വെരി ക്ലോസ് ടു ദ ഹാർട്ടാണ്. എന്ത് കാര്യത്തിനുണ്ടെങ്കിലും ഞാൻ അവരുടെ കൂടെ നിൽക്കും എന്നുള്ളൊരു ഒരു വിശ്വാസമായിരിക്കും. പലരെയും നമ്മൾ ബഹുമാനിക്കുകയും ഇഷ്ടപ്പെടുകയും ചെയ്യുന്ന ആളൊന്നും അന്ന് നമ്മളെ കൂടെ തിരിഞ്ഞു നോക്കാം. അവൻ കഴിഞ്ഞു, ഇനിയിപ്പോൾ ഇതിനെ കൊണ്ടൊന്നും കാര്യമില്ല, തീർന്നു. ആ തിരിച്ചറിവ് വലിയ പാടാണ്. നമ്മൾ ഇഷ്ടപ്പെടുന്നവരെയാണ് നമ്മൾ ഇഷ്ടപ്പെടുന്നവരെക്കാളും നമ്മൾ പരിഗണിക്കേണ്ടത്. ആ പരിഗണന കൊടുത്താൽ മാത്രമേ നമുക്ക് എന്നും അവരുണ്ടാവുള്ളൂ. നമ്മളെപ്പോഴും ഇഗ്നോർ ചെയ്യുന്ന പലരും ആയിരിക്കും ഒരു പക്ഷേ നാളെ നമ്മളൊന്ന് വീണ് കഴിഞ്ഞാൽ, ഒരു പ്രോബ്ലം വന്നു കഴിഞ്ഞാൽ സപ്പോർട്ട് ചെയ്യാൻ ഓടി വരുന്നത്. മറ്റാരും മൈൻഡ് ചെയ്യില്ല. അവർക്കൊരു പർപ്പസ് ഉണ്ട്. യു ഹാവ് എ പർപ്പസ് ഓൺ മീ, ഐ ഹാവ് എ പർപ്പസ് ഓൺ യു. ആ പർപ്പസ് കഴിഞ്ഞാൽ ഞാനും നിങ്ങളും മാറും. ആ പർപ്പസ് ഇല്ലാത്ത വളരെ ജെന്യൂനായിട്ട് അൺകണ്ടീഷണലായിട്ട് നിങ്ങളുടെ കൂടെ നിൽക്കുന്ന ആൾക്കാരാണ് നിങ്ങളുടെ ഏറ്റവും നല്ല സുഹൃത്തുക്കൾ. അടിപൊളി മെസ്സേജാണ് പറഞ്ഞത്. അത് വളരെ കൃത്യമായിട്ട് എൻ്റെ ലൈഫിൽ ഞാൻ കണ്ടതും കേട്ടതും അനുഭവിച്ചതും ഒരു സംഭവമാണ്. എംപ്ലോയീസ് എല്ലാം നിങ്ങൾ മോട്ടിവേറ്റഡ് ആണ്. അവർ മോട്ടിവേറ്റഡ് ആണെന്ന് വെച്ചാൽ അവരുടെ ശരീരഭാഷ, നമ്മൾ ഓഫീസിൽ വന്നു കഴിഞ്ഞാൽ അവരുടെ ശരീരഭാഷ കാണാൻ മനസ്സിലാവും. ദേ ആർ ഓൾ ഹാപ്പി. അവരൊന്ന് പറയൂ, ഇന്നലെ സാറിൻ്റെ വീഡിയോ കണ്ടായിരുന്നു. എല്ലാവരും പറയുന്ന പറഞ്ഞാൽ അവരൊക്കെ നന്നായിട്ട് ട്രോളിങ് ചെയ്യും. ദേ ആർ ക്ലോസ് ടു മീ, വെരി ക്ലോസ് ടു മൈ ഹാർട്ട്. അതുകൊണ്ടുള്ള മക്കളെ രണ്ടും അവരുടെ കൂടെ ഞാൻ യങ്സ്റ്റേഴ്സായിട്ട് വിട്ടുകൊടുത്തിരിക്കുകയാണ്. അവരും ഇതേപോലെ സൗഹൃദ മനോഭാവമുള്ള കുട്ടികൾ. ദേ ആർ വെരി ഡൗൺ ടു എർത്ത്. ഒരുപാട് യാത്ര ചെയ്തിട്ടില്ലേ? ഇഷ്ടപ്പെട്ട സ്ഥലം? അസർബൈജാൻ എനിക്ക് ഏറ്റവും ഇഷ്ടം. അസർബൈജാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അവിടെ പോയപ്പോൾ ഒക്കെ നമ്മൾ അതുപോലെ ടർക്കി, ഇപ്പോഴത്തെ അല്ല, കുറച്ച് എനിക്ക് ടർക്കിയിലൊരു ഓഫീസൊക്കെ ഉണ്ടായിരുന്നു. അതുപോലെ UK. പലപ്പോഴും നമ്മൾ പല സ്ഥലങ്ങളിലും പോയിട്ട് നമ്മളിങ്ങനെ അതൊക്കെ ഒരു രസമാണ്. വായിക്കും അത്യാവശ്യം ഇഷ്ടംപോലെ ബുക്സ്. നമുക്ക് പ്രസംഗിക്കാൻ പോകുന്നുണ്ട് പലപ്പോഴും. പലതും കിട്ടുന്നത് ഈ ഒരു ത്രെഡ് കിട്ടുക, അതിനകത്ത് അവിടെ പിടിച്ചിട്ടാണ് ഇപ്പം നമ്മളിങ്ങനെ കണക്റ്റഡായിട്ട് ഡോട്ട് കണക്ട് ചെയ്യുക. അതെല്ലാവരുടെതും വായിക്കും. ഒരുപാട് തൊഴിലന്വേഷിച്ച് ഇപ്പോഴും ചെറുപ്പക്കാർ ദുബായിക്ക് കയറുന്നുണ്ട്. ഇനിയും അവർക്ക് തൊഴിലവസരങ്ങൾ ഈ രാജ്യത്തുണ്ടോ? ഇഷ്ടംപോലെ. UAE ഇഷ്ടംപോലെ. 1000 ജോബ്സ് ചാലഞ്ച് പറഞ്ഞിട്ടാണ് ഇപ്പോൾ ഒരു സംഭവം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത് 420 ആൾ ഇപ്പോൾ പ്ലേസ് ചെയ്തെന്ന് പറഞ്ഞു. ഇനിയും ആയിരക്കണക്കിന് തൊഴിലവസരങ്ങളുണ്ട്, ആയിരക്കണക്കിനുണ്ട്. അതെന്തുകൊണ്ട് കണ്ടെത്തുന്നില്ല പറഞ്ഞാൽ ഇവിടുത്തെ എൻ്റർപ്രണേഴ്സിനെ പലപ്പോഴും ഈ SME, സ്മോൾ ആൻഡ് മീഡിയം എൻ്റർപ്രണേഴ്സാണ് മലയാളികൾ എന്നല്ല ഏത് രാജ്യത്തിൻ്റെയും എക്കണോമിക് നട്ടെല്ല് എന്ന് പറയുന്നത് ഇവിടുത്തെ ചെറുകിട കച്ചവടക്കാരാണ്. ആ കച്ചവടക്കാരെ നമ്മൾ അപ്ലിഫ്റ്റ് ചെയ്യണം. അവരുടെ ഇപ്പോഴത്തെ നിലയിൽ നിന്ന് മലയാളികൾക്കുള്ള ഒരു കുറച്ച് ആൾക്കാർ നല്ല സക്സസ്സാണ്. മറ്റുള്ളവർ ബിസിനസ് കൊണ്ടും അങ്ങനെ വന്നുകൊണ്ട് സക്സസ് ആയ ആൾക്കാരാണ്. അല്ലാണ്ട് അവർ ടെക്നോളജി ഉപയോഗിച്ചിട്ടോ അവരൊരു സിസ്റ്റമാറ്റിക് അപ്രോച്ചിലൂടെ ആയ ആൾക്കാരല്ല. ആ തലമുറയിൽ നിന്ന് പുതിയ തലമുറയിലേക്ക് വന്നു. പുതിയ തലമുറയിലേക്ക് വരുമ്പോൾ പല ഗ്രോസറിക്കാരും റെസ്റ്റോറൻറ്റുകാരും മക്കളൊന്നും വരുന്നില്ലടോ, ഈ ഇടത്തേക്കൊന്നും വരുന്നില്ല. എങ്ങനെ വരും? അവരുടെ കാഴ്ചപ്പാടിലുള്ള ഒരു ബിസിനസ് അല്ല നിങ്ങൾ ചെയ്യുന്നത്. അപ്പോൾ പുതിയ ടെക്നോളജീനെ നമ്മൾ അഡോപ്റ്റ് ചെയ്യാൻ പഠിക്കണം. അപ്പോൾ അവർ വരും. അപ്പോൾ സ്വാഭാവികമായിട്ടും അവർ കാണുന്ന ഒരു റെസ്റ്റോറൻറ്റ് എന്ന് പറയുന്നത് ആ ഹൈഫൈയിൽ ആപ്ലിക്കേഷനും മൊബൈൽ ആപ്പൊക്കെ വെച്ചിട്ടുള്ള ഒരു സംഭവമായിരിക്കും. നമ്മൾ സാധാരണ ഏറ്റവും ലോ ലെവലിലായിരിക്കും. പൈസ ഉണ്ടാകുന്നത് മാത്രമല്ല, അവരുടെ ഒരു കാഴ്ചപ്പാടിനനുസരിച്ചിട്ട് നമ്മൾ മാറാൻ നമ്മൾ ശ്രമം നടക്കണം. അവൻ വരണമെങ്കിൽ അവൻ അട്രാക്റ്റ് ചെയ്യണം. അവൻ അട്രാക്റ്റ് ചെയ്യുന്ന സാധനങ്ങൾ എടുത്തുണ്ടാവണം, അല്ലെങ്കിൽ അവൻ വരുമോ? നിങ്ങളൊരു TV ഷോ ചെയ്യുമ്പോഴും ഒരു ചാനൽ ചെയ്യുമ്പോഴും ആൾക്കാർക്ക് അട്രാക്റ്റ് ചെയ്യുന്ന സാധനം ഇല്ലെങ്കിൽ അവൻ പോരില്ല. ഇതേപോലെ തന്നെയാണ് മക്കളും. അവർക്ക് അട്രാക്റ്റ് ചെയ്യുന്ന സാധനങ്ങളിലേക്ക് നിങ്ങൾ എത്തിക്കണം. പുതിയ ടെക്നോളജി കാര്യങ്ങൾ. ഇവിടെയാണ് ഞങ്ങളുടെ ഒരു വലിയൊരു കോൺട്രിബ്യൂഷൻ ടുവേർഡ്സ് SME സെഗ്മെൻറ്റ്. 1000-ലധികം SMEയിലുള്ളൊരു malayalibusiness.com എന്ന് പറഞ്ഞിട്ടൊരു പോർട്ടൽ നമ്മൾ റൺ ചെയ്യും. അതിനകത്ത് എല്ലാ മാസത്തിലും നമ്മൾ പുതിയ ഈവൻറ്റ്സ് ഒക്കെ കൊണ്ടുവരും. കോർപ്പറേറ്റ് ടാക്സ് വരുമ്പോൾ അതിനെക്കുറിച്ചുള്ള ഈവൻറ്റ്, അവിടെ കുറേ ആൾക്കാരെ, പിന്നെ ടെക്നോളജിയിലുള്ള AIൻ്റെ ഇംപ്ലിമെൻറ്റേഷനെ കുറിച്ച്, ഡിജിറ്റൽ മാർക്കറ്റിങ്ങിനെ കുറിച്ച്, ഇതൊക്കെയാണ് നമ്മളുടെ ഒരു ട്രംപ് എന്ന് പറയുന്നത്. ആൾക്കാരുടെ ഇടയിൽ എപ്പോഴും ഇങ്ങനെ നിറഞ്ഞു നിൽക്കുക. ഒരുപാട് ആൾക്കാർക്ക് എൻഡ് ഓഫ് ദ ഡേ ദേ ഷുഡ് ഫീൽ ദാറ്റ് അയാളെ കൊണ്ട് നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒരു ഉപകാരം ഉണ്ടായിട്ടുണ്ടെന്ന് പറഞ്ഞാൽ അന്ന് രാത്രി ഉറങ്ങാൻ പറ്റിയ അതാണ് എൻ്റെ സക്സസ്. തീർച്ചയായും അവിടെയാണ് സക്സസ് എന്ന് പറയുന്ന ഒരു സാധനത്തിന് നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത്. മണി വിൽ ബ്രിങ് എ ലോട്ട് ഓഫ് തിങ്സ്. മണി വിൽ ബിങ് ഓൾസോ നമുക്ക് സക്സസ് മണി കൊണ്ടുവരും. അതിന് മാറ്റി നിർത്താൻ പറ്റില്ല. കാശില്ലെങ്കിൽ ഒന്നും നടക്കില്ല.